നമസ്കാരം. ഇന്ന് NCERTയുടെ ഫസ്റ്റ് ക്ലാസ്സാണ്. 6ാം ക്ലാസ്സിലെ പൊളിറ്റി വിഷയത്തിൽ ഫസ്റ്റ് യൂണിറ്റാണ് ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ. ഫസ്റ്റ് യൂണിറ്റ് ഡൈവേഴ്സിറ്റി എന്നാണ്. ഈ യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അണ്ടർസ്റ്റാൻഡിങ് ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ കുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ 2 പാരഗ്രാഫിലായിട്ട് പറയുന്നത്, നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും നിങ്ങളെ പോലെയാണോ, അതായത് നിങ്ങളുടെ ലുക്സ് ആണോ അവർക്ക് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഉത്തരം നോ എന്ന് തന്നെയാണ്. കാരണം നമ്മളെപ്പോലെ ആയിരിക്കണം എന്നില്ല ബാക്കിയുള്ളവർ. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമുള്ളതായിരിക്കും. കൾച്ചർ വ്യത്യാസമായിരിക്കും. പിന്നെ നമ്മുടെ കൂടെ തന്നെ ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഹിന്ദുസ്, അങ്ങനെ പല മതത്തിൽപ്പെട്ട കുട്ടികളും നമ്മുടെ കൂടെ പഠിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ പല സാഹചര്യത്തിൽ നിന്നും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന വ്യക്തികൾ തമ്മിൽ എങ്ങനെയാണ് അവരുടെ ആ ഒരു ഡിഫറൻസ് നമ്മുടെ ലൈഫിലും അതെങ്ങനെയായിരിക്കും മാറ്റുന്നത്. ഓക്കെ. പിന്നെ ഡൈവേഴ്സിറ്റി നമ്മുടെ ലൈഫിൽ ഇപ്പം വേറൊരു സാഹചര്യത്തിൽ നിന്ന് വരുന്നൊരു സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ എന്തൊക്കെയായിരിക്കും അവരിൽ നിന്ന് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ്. ഒരു ചെറിയൊരു ഇൻട്രോഡക്ഷനാണ് തന്നേക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ചാപ്റ്ററിലേക്ക് പോകാം. ഇവിടെ 3 കുട്ടികൾ വരച്ച പടങ്ങളാണുള്ളത്. 3 തരത്തിലാണുള്ളത്. ഇനി നമ്മളോട് പറയുന്നത് ഇതേപോലെ നമ്മളും വരയ്ക്കാനാണ് പറയുന്നത്. ഒരു ഹ്യൂമൻ ഫിഗർ വരയ്ക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഈ മുകളിൽ കാണുന്ന പിക്ചേഴ്സും നമ്മൾ വരച്ച ഫിഗറും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിന് കാണില്ല. അത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ബിക്കോസ് ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണ് യുണീക്കായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. യുണീക്കായിട്ടുള്ളൊരു ഡ്രോയിങ് സ്റ്റൈലുണ്ടല്ലേ. അതേപോലെ തന്നെയായിരിക്കും നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ റിലീജിയസ് റൂട്ടൽസ്. അത് ഇപ്പം എക്സാമ്പിളായിട്ട് പറയുന്നെങ്കിൽ, ഇപ്പോൾ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾ പോകുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടി. 2 പേർക്കും 2 വ്യത്യാസമായിരിക്കും. 2 ഫെസ്റ്റിവൽസ് ആയിരിക്കും. 2 തരത്തിലാണ് അവർ ജീവിക്കുന്നത് തന്നെ അല്ലേ. അപ്പം ഇതേക്കുറിച്ചൊക്കെയാണ് ഇനിയും മുന്നോട്ടുള്ള പേജുകളിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ. ഇതൊരു ബേസിക് ചാപ്റ്ററാണ്. നിങ്ങൾ ആ തരത്തിലങ്ങ് ജസ്റ്റ് ഓട്ടിച്ച് പഠിച്ചാൽ മതി. വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല, ബട്ട് ബിഗിനേഴ്സായിട്ട് വരുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ UPSC തുടക്കക്കാർക്കെല്ലാം 6th മുതൽ പഠിക്കുന്നത് ഒരു നല്ലത് തന്നെയാണ്. ചിലവർ പറയുന്നുണ്ട് 8th ക്ലാസ് മുതൽ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന്. ബട്ട് ഐ തിങ്ക് നിങ്ങൾ 6th മുതൽ 12th വരെയുള്ള NCERT ഫുള്ളൊന്ന് നിങ്ങൾ ഒരു അടിസ്ഥാനം ബിൽഡ് ചെയ്തെടുക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഓക്കെ. ഇനി അടുത്ത പേജിൽ ഫില്ലിങ് ഔട്ട് ദ ഫോളോയിങ് ഇൻഫർമേഷൻ അബൌട്ട് യുവർ സെൽഫ്. ഈ ഒരു ബോക്സിൽ നിങ്ങളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതങ്ങ് എഴുതിയാൽ മതി. ഓക്കെ. നിങ്ങൾ പുറത്ത് പോകുമ്പം ഇടാനായിട്ട് ഇഷ്ടപ്പെടുന്ന വസ്ത്രം, ഇപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ സൽവാറൊക്കെ ഇടാനായിട്ട് താല്പര്യപ്പെടും, ജീൻസ് ഇടാൻ താല്പര്യം കാണിക്കും. പുരുഷന്മാരാണെങ്കിൽ മുണ്ടുടുക്കും, ഒബ്വിയസ്ലി ജീൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പം വീട്ടിൽ എന്തായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. ചിലവർ എൻ്റെ കൂടെ പഠിച്ച ബ്രാഹ്മിൻസ്, 1-2 ബ്രാഹ്മിൻസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവർ ഞങ്ങളോട് മലയാളത്തിലായിരിക്കും സംസാരിക്കുന്നത്, പക്ഷേ അവരുടെ വീട്ടിലവർ തമിഴാണ് സംസാരിക്കുന്നത്. അങ്ങനെ പുറത്ത് വേറൊരു ലാംഗ്വേജും പിന്നെ വീട്ടിൽ സ്വന്തം മാതൃഭാഷയിൽ സംസാരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ മൈ ഫേവറേറ്റ് സ്പോർട്സ്, അതായത് ഇഷ്ടപ്പെട്ട ഏത് കായികമാണ് അത് എഴുതുക. പിന്നെ ഏത് ബുക്കാണ് റീഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുള്ള പുസ്തകം ഏതാണ്. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ടീച്ചറിനോട് സഹായം ചോദിക്കാനാണ് പറയുന്നത്. അതായത് ഇതിൽ എത്ര പേർ അവരുടേതായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരേപോലത്തെ ഉത്തരം എഴുതിയിട്ടുള്ള എത്ര പേരുണ്ടാവും. അത് ചിലപ്പം 1-2 കാര്യങ്ങൾ മുഴുവനും സിമിലർ ആവണം എന്നില്ല. 1-2 കാര്യങ്ങൾ സിമിലർ ആയിരിക്കും. പ്രോബബ്ലി സിമിലർ ആയിരിക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പം ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോർട്സ് മിക്കവർക്കും ഒന്ന് തന്നെ ആയിരിക്കും. പിന്നെ ബുക്സ്, പിന്നെ വസ്ത്രം, ധരിക്കാനുള്ള വസ്ത്രം, ഇതൊക്കെ 1-2 സിമിലർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതേപോലെ 1-2 കാര്യങ്ങൾ സിമിലറായിട്ടുള്ള കുട്ടികളുമായിട്ടായിരിക്കും നമ്മുടെ സുഹൃത്തിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അയാളും ഞാനും തമ്മിൽ
മേക്കിംഗ് ഫ്രണ്ട്സ്. ഇവിടെ ഒരു ചോദ്യമാണ് ആദ്യം ചോദിച്ചേക്കുന്നത്. അതായത് 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തികൾ തമ്മിൽ എങ്ങനെ സൗഹൃദം ഉണ്ടാവുന്നു? അതൊരു കഥാരൂപത്തിലാണ് കൊടുക്കുന്നത്. ഓക്കെ. ഇവിടെ ഒരു ഒരു വ്യക്തിയും ഒരു കുട്ടിയാണ് ഇതിൽ മെയിനായിട്ടുള്ള 2 കഥാപാത്രങ്ങൾ. മെയിനായിട്ടുള്ള 2 കഥാപാത്രങ്ങൾ. ഗൺപത് റോഡ്, അത് വളരെ ഗൺപത് ക്രോസിങ് ഇച്ചിരി ബിസി ആയിട്ടുള്ളൊരു ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ അവിടെ ഒരു വ്യക്തി അയാളുടെ സൈക്കിളിൽ എല്ലാ ദിവസവും ചിലപ്പോൾ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതോ അങ്ങനെ അയാളുടെ ഒരു ഡെയിലി അയാൾ ആ വഴിയാണ് പോകുന്നത്. അവിടെ എപ്പോഴും പത്രം വിൽക്കുന്നൊരു കുട്ടിയെ അയാൾ കാണുന്നുണ്ട്. അവൻ ഒരുപാട് അവനെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ ആ പേപ്പർ, ഇംഗ്ലീഷ് പേപ്പറാണ് അവൻ എപ്പോഴും അവൻ്റെ കയ്യിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ആ പേപ്പറിൽ അന്നത്തെ ഈവനിങ്ങിൽ വന്നിട്ടുള്ള എല്ലാ ഹെഡ്ലൈൻസും അവൻ ഉറക്കെ, ആ ഹെഡ്ലൈൻസൊക്കെ ഉറക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിട്ട്, അവൻ അറിയാവുന്ന ഇംഗ്ലീഷിലുമായിട്ട് അവൻ ഉറക്കെ വായിച്ച് എല്ലാവരുടെയും ശ്രദ്ധ അവൻ ആകർഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം ഇയാളിത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം അയാൾ അവിടെ അയാളുടെ സൈക്കിളിൽ നിർത്തിയിട്ട് അയാൾ ആ കുട്ടിയോട് ചോദിച്ചു, എനിക്കൊരു ഹിന്ദി ന്യൂസ് പേപ്പർ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്കൊരു ഹിന്ദി ന്യൂസ് പേപ്പർ വേണം എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് പെട്ടെന്ന് അത്ഭുതം ഉണ്ടായി. അപ്പം നിങ്ങൾക്ക് ഹിന്ദി അറിയാവോ എന്നാണ് അവൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ അയാൾ എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്തേ നീ അങ്ങനെ ചോദിച്ചേ, എന്തേ എന്ന് അയാൾ തിരിച്ചു ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, അല്ല നിങ്ങളെ കണ്ടാൽ ഒരു ഇംഗ്ലീഷുകാരനെ പോലെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഹിന്ദിയും വായിക്കാൻ അറിയാമല്ലേ എന്നവൻ കുറച്ച് പേടിച്ചിട്ട് സംശയത്തോടെ അവൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അഫ്കോഴ്സ് എനിക്കറിയാമല്ലോ, എനിക്ക് ഹിന്ദി വായിക്കാനറിയാം, ഹിന്ദി എഴുതാനറിയാം, ഹിന്ദി സംസാരിക്കാനും അറിയാം. ഞാൻ സ്കൂളിൽ ഒരു സബ്ജക്റ്റായിട്ട് ഹിന്ദി പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ള ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു. അപ്പോഴേ അയാൾക്ക് അവനെ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. കാരണം ആ കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ അവന് സ്കൂള് പോകാത്തൊരു കുട്ടിയോട് എങ്ങനെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എങ്ങനെ അവന് മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളൊരു ഒരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിൽ. അപ്പോൾ അയാൾ എന്തായിരുന്നാലും അയാൾക്ക് അറിയാവുന്ന രീതിക്ക് അവനെ പറ്റുന്ന രീതിക്ക് മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് അയാൾ തുടങ്ങിയപ്പോഴത്തേനും സിഗ്നൽ മാറി അയാൾ സൈക്കിൾ എടുത്തു പോയി. ഓക്കെ. അടുത്ത ദിവസം ആ കുട്ടി അതേ സ്ഥലത്ത്, അയാളെ കഴിഞ്ഞ പ്രാവശ്യം കണ്ട അതേ സ്ഥലത്ത് നല്ല ചിരിച്ച മുഖത്തോടെ അയാൾക്കൊരു ഹിന്ദി പേപ്പർ ഭയ്യ എന്ന് വിളിച്ചിട്ട് പേപ്പർ കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ മറന്നിട്ടില്ല ഇന്നലെ ചോദിച്ച ചോദ്യം, സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ആ ഒരു സബ്ജക്റ്റ് എന്നുള്ള സാധാരണ രീതിയിലല്ല, അവന് പറ്റുന്ന രീതിയിലാണ് അവൻ പറഞ്ഞത്. അതിനൊരു വ്യത്യസ്തത അറിഞ്ഞ രീതിയിലാണ് അവൻ ആ സബ്ജക്റ്റ് എന്നുള്ള വാക്ക് പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞു, അത് അത്ര വലിയ കാര്യമൊന്നുമല്ല, നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം ആണ് എന്ന് പറഞ്ഞ് അയാൾ ഒരു തരത്തിൽ അവന് പറഞ്ഞ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞങ്ങ് കേൾപ്പിച്ചു. അപ്പം അയാൾ ചോദിച്ചു, നീ ഇതുവരെയും സ്കൂളിൽ പോയിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇല്ല ഞാൻ പോയിട്ടില്ല എന്ന് അവൻ വളരെ ലാഘവത്തോടെ പറഞ്ഞു. എന്നിട്ട് അവൻ വളരെ പ്രൗഡായിട്ട് പറയുകയാണ്, ഞാൻ അമ്മയുടെ കൂടെ കുറച്ചൊന്ന് മുതിർന്നപ്പോഴത്തേനും അമ്മയുടെ കൂടെ ഞാനും ഇങ്ങോട്ട് ജോലിക്കായിട്ട് പോന്നു. കുറച്ച് ദിവസം അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നെ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാനിപ്പോൾ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തി ചോദിച്ചു, അപ്പോൾ നിൻ്റെ അമ്മ എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോഴത്തേനും സിഗ്നൽ മാറി, അയാൾക്ക് വണ്ടി എടുത്ത് അയാൾ പോയി, സൈക്കിളെടുത്ത് പോയി. അപ്പോൾ ആ കുട്ടി ഉറക്കെ പറയുവാണ്, എൻ്റെ അമ്മ ഇപ്പോൾ മീററ്റിലാണ്. ആരുടെ കൂടെ എന്ന് പറയുന്നതിന് മുന്നേ അയാൾ മുന്നോട്ട് പോയി, അയാൾക്കത് കേൾക്കാൻ പറ്റില്ല. അടുത്ത ദിവസം അതേ സ്ഥലത്ത് ആ കുട്ടി ഉണ്ടായിരുന്നു. അയാളെ കണ്ടപാടെ അവൻ പറഞ്ഞത്, എൻ്റെ പേര് സമീർ എന്നാണ്. എന്നിട്ട് അവൻ ഇച്ചിരി ഒരു നാണത്തോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, എൻ്റെ പേരും സമീർ എന്ന് തന്നെയാണ്. അപ്പോൾ അത് കേട്ട് അവൻ്റെ കണ്ണിൽ വളരെയധികം, അവൻ്റെ കണ്ണുകൾക്കൊക്കെ അങ്ങ് വിടർന്ന് വളരെ അത്ഭുതം തോന്നി, ഒരേ പേരുള്ള 2 പേര്. അപ്പം ഇത് കണ്ട് ആ വ്യക്തി അവനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ഹനുമാൻ്റെ അച്ഛൻ്റെ പേരും സമീർ എന്ന് തന്നെയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു,
അങ്ങനെയാണെങ്കിൽ ഭയ്യ സമീർ 1 ഞാൻ സമീർ 2 എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഹാൻഡ് ഷേക്ക് ചെയ്തു. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്. അതോടെ അന്നത്തെ ദിവസത്തേത് കഴിഞ്ഞു. അടുത്ത ദിവസം അടുത്ത ദിവസം ഇതേ സ്ഥലത്ത് ആ കുട്ടിയെ അയാൾ കണ്ടു. പക്ഷേ ആ ഒരു സമയത്ത് ആ കുട്ടിയുടെ മുഖത്ത് എപ്പോഴും കാണുന്ന ഒരു ചിരി ഉണ്ടായിരുന്നില്ല. അവൻ്റെ മുഖം വളരെ വളരെ ടെൻഷനായിട്ടാണ് അവൻ്റെ മുഖമൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ ഇത് എന്താ കാര്യം എന്ന് അയാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് മീററ്റിൽ അവൻ്റെ അമ്മ താമസിക്കുന്ന സ്ഥലത്ത് അവൻ്റെ നാട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നെപ്പോലെയുള്ള കുറേ പേര് അവിടെ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ കൈ കിട്ടിയ പേപ്പർ തുറന്ന് നോക്കിയപ്പോൾ അവിടെ കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന ഒരു ഹെഡിങ്ങാണ് ആ പേപ്പറിൽ ആദ്യം കണ്ടത്. അപ്പോൾ അയാൾ പറഞ്ഞു, അതിന് നീ സമീർ നിനക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി തിരിച്ചു പറയാണ്, ഞാൻ മുസ്ലിം സമീറാണ് എന്ന് പറഞ്ഞു. എൻ്റെ മീററ്റിലുള്ള ജനങ്ങൾ എന്താണ് അവരുടെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് അവൻ്റെ മുഖമൊക്കെ അവൻ കുനിഞ്ഞു നിന്നു. അവന് മുഖം ഉയർത്താൻ പറ്റാതെ അവൻ തല കുനിച്ച് നിന്നു. അപ്പോൾ അയാൾക്ക് അത് കണ്ടിട്ട് അയാൾ കുട്ടിയുടെ ഷോൾഡറിൽ തട്ടി ആശ്വസിപ്പിക്കാൻ നോക്കി. ആ കുട്ടിക്ക് ഒരു മാറ്റവും ഇല്ല. അടുത്ത ദിവസം അവനെ അതേ ക്രോസിങ്ങിൽ അയാൾ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കണ്ടില്ല. പിന്നീട് അവനെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇതായിരുന്നു ഈ ഒരു കഥയുടെ ഒരു സമ്മറി. ഓക്കെ, അപ്പം താഴെ കൊടുത്തേക്കുന്ന ബോക്സിൽ 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, സമീർ 1 സമീർ 2 തമ്മിലുള്ള 3 വ്യത്യസ്തമായ കാര്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈ വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടായിട്ട് കൂടി ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇതാണ് ഈ 2 ചോദ്യങ്ങൾ. ഓക്കെ, ഇനി ഇതിന് താഴെ ഒരു പാരഗ്രാഫിൽ സമീർ 1 സമീർ 2 തമ്മിലുള്ള ലാംഗ്വേജുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് സമീർ 1 ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, പക്ഷേ സമീർ 2 ഹിന്ദിയാണ്. ഓക്കെ, ഇവർ രണ്ടുപേരും 2 ലാംഗ്വേജിൽ നിന്ന് വന്നവരായിട്ട് കൂടി ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പരസ്പരം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സമീർ 1 സമീർ 2 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയനിൽ നിന്നാണ് വരുന്നത്. ഒരാൾ ഹിന്ദു ആണെങ്കിൽ ഒരാൾ മുസ്ലിമാണ്. അപ്പോൾ അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും വളരെ ഡിഫറൻസ് ഉള്ളതായിരിക്കും അല്ലേ. അവരുടെ ഓരോ ചടങ്ങുകൾ മുതൽ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് വരെ 2 വ്യത്യസ്തമായ ജീവിത രീതിയിൽ നിന്നുമാണ് അവർ വന്നത്. എന്നിട്ടും അവർ സുഹൃത്തുക്കളാവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പേജ് കഴിഞ്ഞു. ഇനി അടുത്ത പേജിലും ഒരു ബോക്സാണ് കൊടുത്തേക്കുന്നത്. അതിൽ സമീർ 1 സമീർ 2 തമ്മിലുള്ള അവർ 2 റിലീജിയനിൽ നിന്നാണ് വന്നിട്ടുള്ളത്, 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഏറ്റവും വ്യത്യസ്തമാർന്ന ഫെസ്റ്റിവൽസ്, അവർ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസ് എന്തൊക്കെയാണ് എന്നാണ് അടുത്ത ചോദ്യം. അത് മാത്രമല്ല, നിങ്ങൾക്കും ഇങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് സൗഹൃദം ഉണ്ടായത്, നിങ്ങൾ ആ ഒരു സ്റ്റോറി എഴുതാനാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇനി ഇതിൻ്റെ താഴെ പറയുന്ന പാരഗ്രാഫ്, ഇവിടെ സമീർ 1 സമീർ 2 തമ്മിലുള്ള റിലീജിയസ് ആയിട്ടുള്ള ഡിഫറൻസും കൾച്ചറൽ ആയിട്ടുള്ള ഡിഫറൻസും ആണ് ആദ്യം പറഞ്ഞേക്കുന്നത് അല്ലേ. പക്ഷേ ഇതിൽ കൂടുതലായിട്ടുള്ളൊരു പ്രധാനമായൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, സമീർ 1 സ്കൂളിൽ പോയിട്ടുണ്ട്, അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ സമീർ 2 സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല, അവൻ്റെ കുട്ടിക്കാലം മുതൽ അവൻ ജോലി ചെയ്ത്, അവൻ്റെ ന്യൂസ് പേപ്പറൊക്കെ വിറ്റ് ഉള്ള ജോലി ചെയ്ത് അവൻ്റെ കുടുംബത്തെ അവൻ രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള എത്ര പേര് സ്കൂളിൽ പോകാനുള്ള അവസരമില്ലാതെയായിട്ടുള്ള എത്ര പേര് നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. സ്കൂളിൽ പോകാൻ പറ്റാതെ വിദ്യാഭ്യാസം കിട്ടാത്തതായിട്ടുള്ള കാര്യം മാത്രമല്ല, ഇപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം, നല്ല വസ്ത്രം, താമസിക്കാനായിട്ടൊരു സ്ഥലം, ഇതൊന്നുമില്ലാത്ത എത്ര പേരെ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഇതും ഇന്നിക്വാളിറ്റിയുമായിട്ട് ഒരു വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട്. അത് ഒന്നെന്ന് പറയുന്നത്, ഇന്നിക്വാളിറ്റിക്ക് ഏറ്റവും വലിയൊരു ഡെഫിനിഷനാണ് ഇപ്പോൾ പറഞ്ഞ സമീർ 1 സമീർ 2 എക്സാമ്പിൾസ്. അത് സമീർ 1 വിദ്യാഭ്യാസം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ സമീർ 2 ആ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അതായത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കോ സാധാരണ
കിട്ടുന്ന സാധാരണ ഒരാൾക്ക് കിട്ടുന്ന പോലത്തെ അവസരങ്ങളും റിസോഴ്സസും അവർക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇതിനെയാണ് ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി ഇന്നിക്വാളിറ്റിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു എക്സാമ്പിൾ കാസ്റ്റ് സിസ്റ്റമാണ്, ജാതീയ വ്യത്യാസം. ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടും ഇപ്പോഴും ജാതി കൊണ്ടുള്ള വ്യത്യാസം ഒരുപാട് വലുതാണ്. ഇത് ഇന്നിക്വാളിറ്റിക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ്. ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ പലതരത്തിൽ, അതായത് ഇപ്പോൾ പല ഗ്രൂപ്പായിട്ടാണ് ഒരു സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നതനുസരിച്ച്, ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒരു കൂലിപ്പണിക്കാരാണ് എന്നുണ്ടെങ്കിൽ ഞാനും അതേപോലെ കൂലിപ്പണി നടത്തണം. അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും കലമെല്ലാം ഉണ്ടാക്കുന്ന, അതായത് മൺകലങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ജോലിയാണ് അവർ പ്രൊഫഷനാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതേ പ്രൊഫഷൻ തന്നെ ഞാനും എടുക്കണം എന്നുള്ളൊരു ഒരു പ്രഷർ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കാര്യം ഇത് നമ്മൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വേറൊരു പ്രൊഫഷനാണ് ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ സൊസൈറ്റി നമ്മളെ ഇത് തന്നെ ചെയ്യണം എന്നുള്ളൊരു പ്രഷർ നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഇത് ഇന്നിക്വാളിറ്റിക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, കൂടുതൽ ഇന്നിക്വാളിറ്റി അനുഭവിക്കേണ്ട അല്ലെങ്കിൽ ഇന്നിക്വാളിറ്റി കാരണം ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സിൽ വരുന്ന ക്ലാസ്സുകളിലും ഇനി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നു. ഇനി ഡൈവേഴ്സിറ്റി നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് അടുത്ത ഒരു ടോപ്പിക്ക് പറയുന്നത്. ഇവിടെയും സമീർ 1 സമീർ 2 തന്നെയാണ് എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നത്. നമുക്കറിയാം ഇവർ രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഇവരുടെ ജീവിത രീതി, ഇവർ കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം വളരെയധികം വ്യത്യാസമുള്ളതായിരിക്കും അല്ലേ. ഇതേപോലെ ഇപ്പോൾ നോർത്തേൺ സൈഡിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി, അദ്ദേഹം സദേൺ സൈഡിലാണ് ജീവിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന പോലത്തെ അരിയാഹാരമൊന്നും അവർ കൂടുതൽ കഴിക്കണം എന്നില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു സുഹൃത്തുണ്ടെങ്കിൽ, ഓക്കെ, വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്നൊരു സുഹൃത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണം നമ്മളും പരീക്ഷിക്കാനായിട്ടൊക്കെ നോക്കും. നമുക്ക് ആ ഭക്ഷണം ഇഷ്ടപ്പെടുമോ എന്നൊക്കെ നമ്മളും പരീക്ഷിക്കാനായിട്ട് നോക്കും. അവരുടെ വീടുകളിൽ പോകും. അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന, ഇപ്പം ഹോളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മളും അവരുടെ കൂടെ നമ്മളും കൂടും അവരുടെ കൂടെ. അങ്ങനെ അത് മാത്രമല്ല അവരുടെ ഭാഷ പഠിക്കാനും നമ്മൾ ശ്രമിക്കും അല്ലേ. ഇതേപോലെ ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്നാണ് അടുത്ത ബോക്സിൽ ആദ്യം ചോദിച്ചേക്കുന്നത്. അത് മാത്രമല്ല നിങ്ങൾ ഈ മദർ ലാംഗ്വേജ് അല്ലാതെ, നിങ്ങളുടെ മാതൃഭാഷയല്ലാതെ വേറെ ഏതൊക്കെ ഭാഷ നിങ്ങൾക്ക് അറിയാം എന്നാണ് അവർ അടുത്തതായിട്ട് ചോദിച്ചേക്കുന്ന ചോദ്യം. ഓക്കെ, അങ്ങനെ ഈ പേജും കഴിഞ്ഞു. ഇനി അടുത്ത പേജിൽ പറയുന്നത്, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടം കാണുമല്ലേ നല്ല നല്ല പുസ്തകങ്ങൾ, ബുക്സ് വായിക്കാനും അത് മാത്രമല്ല നല്ല സ്റ്റോറീസ്, നല്ല കഥകൾ കേൾക്കാനും നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും വളരെയധികം ഉത്സാഹവുമായിരിക്കും. ആ ഓരോ സ്റ്റോറീസിനും ഓരോന്നായിരിക്കും. ചിലപ്പം അഡ്വഞ്ചറസ് ആയിരിക്കും, അല്ലെങ്കിൽ പല ആനിമൽസിനെയും കുറിച്ചുള്ള കഥകളായിരിക്കും, പല വിഭാഗത്തിൽ പെടുന്ന ജനങ്ങളുടെ കഥകളായിരിക്കും. അത് മാത്രമല്ല ആത്മാക്കളുടെ, പ്രേതങ്ങളുടെയൊക്കെ കഥ കേൾക്കുക നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും വളരെ ഉത്സാഹവുമാണല്ലേ. അതേപോലെ നിങ്ങളും എന്ത് ചെയ്യും, നമ്മൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളും ഈ കേട്ട കഥകളൊക്കെ വെച്ചിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള കഥകളും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റോറീസ് നമ്മുടെ ഇമാജിനേഷനിലുണ്ടായതും നമ്മുടെ റിയൽ ലൈഫിലുണ്ടായ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് അത് ബുക്സ് ആക്കി മാറ്റുന്ന ആൾക്കാരുമുണ്ട്. ഓക്കെ, ഇനി ചില കഥകളിൽ നമ്മൾ ഒരു കാട്ടിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ അവിടുത്തെ മൃഗങ്ങളുമായിട്ട് വളരെയധികം സൗഹൃദം, അവരുമായിട്ടായിരിക്കും ഇണങ്ങി ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്തും ചെയ്യും അല്ലേ. അതേപോലെ സ്റ്റോറീസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വലിയ വലിയ രാജാക്കന്മാരുടെ അവരുടെ യുദ്ധത്തെക്കുറിച്ചും പിന്നെ അവരുടെ പ്രണയത്തെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് നല്ല സ്റ്റോറീസ്
സ്റ്റോറീസും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അത് മാത്രമല്ല, ഇതെല്ലാം നമ്മുടെ കുട്ടിക്കാലത്തുള്ള മെമ്മറീസിൽ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അവർ പറയാണ്, നിങ്ങൾ ഒരു സ്റ്റോറി ടെല്ലറാണ്. ഓക്കെ, നിങ്ങൾ ഒരു സ്റ്റോറി ടെല്ലറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കഥ എഴുതുകയാണ്, നിങ്ങളൊരു റൈറ്ററാണ്. അപ്പം നിങ്ങൾക്ക് ആകെ അറിയാവുന്ന ഒരേ ഒരു കഥ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാവുന്നത്. അത് എല്ലാ കഥയും ഒരേപോലെ തന്നെയാണ്. ആ കഥയിൽ ഒരേ തരത്തിൽ എല്ലാം സെയിമാണ്. നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു കഥ അറിയില്ല. ആ കഥയിൽ രണ്ടേ രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ, അതായത് ചുമപ്പും വെള്ളയും. അത് മാത്രമല്ല, അവിടെ ജീവിക്കുന്ന ആൾക്കാർ ഒരേ ആൾക്കാർ തന്നെയായിരിക്കും. അവർ കഴിക്കുന്ന ഫുഡ് ഒന്ന് തന്നെയായിരിക്കും. അവർക്ക് ആ കഥയിലുള്ള ആനിമൽസ്, മൃഗങ്ങളെന്ന് പറയുന്നത് മാനും പൂച്ചയും മാത്രമായിരിക്കും. അതിൽ കളിക്കാനുള്ളൊരു കളി എന്ന് പറയുന്നത്, കളിക്കുന്ന ആ കഥയിൽ എന്തെങ്കിലും കളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാമ്പും കോണിയുമായിരിക്കും, സ്നേക്ക് ആൻഡ് ലാഡർ ആയിരിക്കും. അങ്ങനെ ഒരേ തരത്തിൽ ഒരു മാറ്റവും ഇല്ലാത്ത ഈ കഥ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുവാണ് എന്ന് ഉണ്ടെങ്കിൽ, നിങ്ങളോട് ഇത് വെച്ചിട്ടൊരു സ്റ്റോറി നിങ്ങൾ എഴുതാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് അവർ അവസാനം ഇത് വെച്ചിട്ടൊരു സ്റ്റോറി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ ഇമാജിൻ ദാറ്റ് യു ആർ എ റൈറ്റർ ഓർ ആൻ ആർട്ടിസ്റ്റ് ഹു ലിവ് ഇൻ ദ പ്ലേസ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വച്ചിട്ട് നിങ്ങൾ ആ ഒരു സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം വെച്ചിട്ട് നിങ്ങളൊരു കഥ എഴുതാനാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. നിങ്ങളെക്കൊണ്ട് അത് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും പറ്റില്ല. കാരണം നമ്മൾ കേട്ട കഥകളിൽ ബാക്കിയുള്ളവർക്ക് കേൾക്കണം എന്നില്ല. കാരണം അവരും അതേ സ്റ്റോറി തന്നെ ആയിരിക്കും കേട്ടിട്ടുള്ളത്. ഡിഫറൻസ് ആയിട്ട് ഒന്നുമില്ല, ഒരു ഡിഫറൻസും ഇല്ല അതിൽ. അപ്പോൾ അത് വളരെയധികം ബോറിംഗ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം, നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ജീവിക്കാനായിട്ട് താല്പര്യം കാണിക്കുമോ? അത് മാത്രമല്ല, നിങ്ങൾ അവിടെ മിസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു 5 കാര്യങ്ങളെങ്കിലും എഴുതാനാണ് പറയുന്നത്. ഇതോടെ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ പലതരത്തിൽ വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. പലതരത്തിലുമുള്ള ഭാഷകൾ സംസാരിക്കുന്നുണ്ട്, പല ഭക്ഷണങ്ങളുണ്ട്, പലതരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട്. പിന്നെ പല രീതിയിലായിരിക്കും ഓരോ റിലീജിയനും ഓരോ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ പല കാര്യങ്ങൾ, അതായത് പലതും നമുക്ക് സിമിലറാണ്. ഓരോ റിലീജിയനും ചില കാര്യങ്ങളൊക്കെ വളരെ സിമിലറാണല്ലേ. അപ്പം എങ്ങനെയാണ് ഈ ഡൈവേഴ്സിറ്റി നമുക്ക് എക്സാമ്പിളായിട്ട് എങ്ങനെ പറയുന്നു? ഓക്കെ, ഈ ഡൈവേഴ്സിറ്റിയെ നിങ്ങൾക്ക് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹൗ ഡു വി എക്സ്പ്ലെയിൻ ഡൈവേഴ്സിറ്റി നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? 200 വർഷങ്ങൾക്ക് മുന്നേ, അതായത് ട്രെയിൻ, എയ്റോപ്ലെയിൻ, ബസ്, കാർ അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്നതിന് മുന്നേ സാധാരണ ആൾക്കാരെല്ലാം ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. അവർ പല രാജ്യങ്ങളിലും പോകുന്നുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ചിലപ്പം കപ്പൽ മാർഗമായിരിക്കും, അല്ലെങ്കിൽ കുതിര വെച്ചിട്ട്, ഒട്ടകം വെച്ചിട്ട്, ഈവൻ നടന്നു പോകുന്ന ആൾക്കാർ വരെയുണ്ട്. താഴെ ഒരു ബോക്സാണ് കൊടുത്തേക്കുന്നത്. ഈ ബോക്സിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബാക്കി പാരഗ്രാഫ് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ടും ഇങ്ങനെ ഓരോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ അവർ പുതിയ സ്ഥലങ്ങൾ തേടിയായിരിക്കും പോകുന്നത്. ചിലപ്പം കച്ചവടത്തിന് വേണ്ടിയായിരിക്കും പോകുന്നത്, ചിലപ്പോൾ അവരുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ. അവർ ആദ്യം ജീവിച്ചിരുന്ന സ്ഥലത്ത് വരൾച്ചയായിരിക്കും, അവർക്ക് നേരെ ഭക്ഷണം കിട്ടുന്നുണ്ടാവില്ല, അവർക്ക് കൃഷി ചെയ്യാനുള്ള വെള്ളം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ടായിരിക്കും അവർ ട്രാവൽ ചെയ്ത് പോകുന്നത്. ചിലവർ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും, ചിലവർ സ്റ്റേ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ സ്റ്റേ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർക്ക് അവിടെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അവരവിടെ സെറ്റിൽ ആവുന്നതായിരിക്കും. ഇല്ലാത്തവർ പിന്നെയും ട്രാവൽ ചെയ്ത് അവർ ആഗ്രഹിക്കുന്ന പോലൊരു രീതിയിൽ അവർ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കും. അത് മാത്രമല്ല, ജോലിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നോക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാർ പുറത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഗൾഫിൽ, പിന്നെ ബാംഗ്ലൂരു, ഇന്ത്യയിൽ തന്നെ പോകുന്ന ഡൽഹിയിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് ഫോർ ദെയർ വർക്ക്. പിന്നെ അല്ലെങ്കിൽ പുറത്തോട്ട് ഏറ്റവും കൂടുതലും UAE പോലത്തെ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകുന്നവരുണ്ട്, അവിടെ സെറ്റിൽ ആവുന്നവരും ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ കാണും.
ഇതിൽ കുറേ പേര് അവരുടെ പുതിയതായിട്ടുള്ള വീട്, പുതിയ സ്ഥലങ്ങളിൽ അവർക്ക് പുതിയതായിട്ടുള്ളൊരു വീട് അവരവിടെ തന്നെ സെറ്റിൽ ചെയ്യും. ഓക്കെ. ചിലവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ ഈ സെറ്റിലായ ആൾക്കാർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിട്ടുള്ള അവർ ചിലപ്പോൾ പുതിയൊരു സ്ഥലത്താണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവിടുത്തെ കൾച്ചറൽ അവിടുത്തെ കാര്യങ്ങളും അവരുടെ അതായത് അവർ കണ്ടിന്യൂ ചെയ്ത് വന്നിരുന്ന കാര്യങ്ങളും തമ്മിൽ മിക്സ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നെങ്കിൽ ലാംഗ്വേജ്. ചിലപ്പോൾ അവരുടെ വീട്ടിൽ അവർ സ്വന്തം ലാംഗ്വേജ് ആയിരിക്കും സംസാരിക്കുന്നത്, പുറത്ത് അവർ താമസിക്കുന്ന സ്ഥലത്തെ ലാംഗ്വേജ് ആയിരിക്കും അവർ സംസാരിക്കുന്നത്. പിന്നെ ഫുഡ്, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവർ ഉണ്ടാക്കുമായിരിക്കും, പക്ഷേ പുറത്ത് പോകുമ്പോൾ അവിടെയുള്ള ഫുഡായിരിക്കും കഴിക്കുന്നത്. പിന്നെ മ്യൂസിക്കിന് വളരെയധികം വ്യത്യാസം അവർ വന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് ആയിരിക്കത്തില്ല അവർ താമസിക്കുന്ന സ്ഥലത്ത്. പിന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് രണ്ടും മിക്സ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. ഇതൊരു പുതിയ കൾച്ചറിന് ഒരു പുതിയ കൾച്ചറായിരിക്കും ഇതിൽ നിന്നും ഉണ്ടാവുന്നത്. ഓക്കെ. പല ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസുകളിലും ഇങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് മുന്നേ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ അത് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല ഇപ്പം അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക്. അവിടെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. ഇനി ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ താമസിക്കുന്നത് വെച്ചിട്ട് ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 ജീവിത രീതി സ്വീകരിച്ച ആൾക്കാർ, ഒന്ന് ഇപ്പോൾ കേരളവും ലഡാക്കുമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, കേരളം എന്ന് പറയുന്നത് നമ്മൾ വെള്ളവുമായിട്ട്, അതായത് സീയുമായിട്ട് കടലുമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ. വെള്ളത്തിൻ്റെ അടുത്താണ് കൂടുതലായിട്ട് കേരളം കാണുന്നത്. പക്ഷേ ലഡാക്ക് പോലൊരു സ്ഥലം അവിടെ എന്ന് പറയുന്നത് മൗണ്ടെയിനാണ്, അതായത് കുന്നുകളും മലകളും എല്ലാമാണ് അവിടെ കൂടുതലായിട്ട് ഉള്ളത്. ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതായത് ഇവരുടെ ഭക്ഷണ രീതി മുതൽ അവരുടെ ജോലി വരെ ഒരുപാട് വ്യത്യാസം കാണും. ഇനി ഈ വ്യത്യാസങ്ങളിൽ നിന്നും അവരെങ്ങനെയാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അടുത്ത പേജിൽ പറയുന്നത്. അവരുടെ ഹാബിറ്റ്, നേരത്തെ പറഞ്ഞ പോലെ, അതായത് അവരുടെ പല ഹാബിറ്റും വ്യത്യാസമുള്ളതായിരിക്കും അല്ലേ. ഫുഡ്, ഭക്ഷണ രീതി, വസ്ത്രം, പിന്നെ അവരുടെ വീടുകൾ തമ്മിൽ തന്നെ ഒരുപാട് വ്യത്യാസം കാണും. ഓക്കെ. ഇനി എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ഡൈവേഴ്സിറ്റിക്ക് വ്യത്യാസം വരുന്ന രീതിയിൽ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ താമസിക്കുന്ന സൗകര്യങ്ങൾ, അതായത് നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിനനുസരിച്ച് നമ്മളുടെ കൾച്ചറൽ പരമായിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് കടലിനടുത്ത് താമസിക്കുന്ന ജനങ്ങളും പിന്നെ ഈ കുന്നിൻ്റെയും മലകളുടെയും മുകളിൽ താമസിക്കുന്ന ആൾക്കാർ തമ്മിലും ഒരുപാട് വ്യത്യാസമുണ്ട്. അവരുടെ ആഹാരം മുതൽ, അവർ കഴിക്കുന്ന ആഹാരം മുതൽ, അവരുടെ വസ്ത്രമാവട്ടെ, അവർ ചെയ്യുന്ന ജോലിയാവട്ടെ, ഇതെല്ലാം എൻറ്റയർലി ഡിഫറെൻറ്റ് തന്നെയായിരിക്കും രണ്ടിടത്തും. അവരുടെ ഫിസിക്കൽ സറൗണ്ടിനനുസരിച്ച് അവരുടെ ജീവിത രീതിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർ, അവരുടെ പ്രത്യേകത, അവർ സ്വന്തമായിട്ട് ഒന്നും കൾട്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നും അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നില്ല. മറിച്ച് അവർ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് മാർക്കറ്റിനെയാണ്. അതായത് അവർ വാങ്ങിക്കുന്ന ഫുഡ് മുതൽ എല്ലാം അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ മാർക്കറ്റോ അല്ലെങ്കിൽ ബസാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. ഇതിന് കാരണം അവരുടേതായിട്ടുള്ള ആ ഒരു ജോഗ്രഫിക്കൽ സറൗണ്ടിങ്സുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു എന്നാണ്. ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് പറയുന്നെങ്കിൽ കേരളം സതേൺ സൈഡിലാണ്, ലഡാക്ക് നോർത്തേൺ സൈഡിൽ ജമ്മു കാശ്മീരിലാണ്. ഓക്കെ. ഇനി ഇവർ തമ്മിലുള്ളൊരു മെയിൻ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് കടലിനോട് ചേർന്നാണ് ഒരു സ്റ്റേറ്റ് ഉള്ളത്, മറ്റേത് മഞ്ഞും മലകൾക്കും ഇടയിൽ ഉള്ള ഒരു സ്ഥലമാണ്. ഇനി ലഡാക്കിനെ കുറിച്ച് ആദ്യം പറയാം. ലഡാക്ക് എന്ന് പറയുന്നത് ഒരു ഡെസേർട്ടാണ്. ജമ്മു കാശ്മീരിൻ്റെ ഈസ്റ്റ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന മലകളും കുന്നുകളും മഞ്ഞും എല്ലാം നിറഞ്ഞൊരു പ്രദേശമാണ്. അവിടെ കേരളത്തിൽ കാണുന്ന പോലെയല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ കൃഷി വളരെയധികം കുറവാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ.
അതിന് കാരണം അവർക്ക് ചിലപ്പം മഴ കിട്ടാനുള്ള അവരുടെ ക്ലൈമറ്റ് തന്നെയായിരിക്കും. കാരണം അവിടെ വളരെയധികം മഞ്ഞാണ് കൂടുതലും ഉള്ളത്. അത് മാത്രമല്ല അവിടെ മഴ വളരെ കുറവാണ്. ഓക്കെ. ഇനി അവരുടെ ഒരു വർഷത്തിൽ ഒരു ഭാഗം മുഴുവനും അവരുടെ സ്ഥലം മുഴുവനും മഞ്ഞിലാണ് മൂടിക്കിടക്കുന്നത്. അത് മാത്രമല്ല ഈ സമ്മർ ടൈമൊക്കെ ആകുമ്പോൾ, ചൂട് സമയമാകുമ്പം ഈ ഉരുകി വരുന്ന വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഈ ഉരുകി വരുന്ന സമ്മർ സമയത്ത് ഉരുകി വരുന്ന വെള്ളമാണ്. ഓക്കെ. ഇനി ലഡാക്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ താമസിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതലുമുള്ളത് ഷീപ്പും ഗോഡ്സും ആണ്. അതായത് മാടും ആടിനെയൊക്കെ വെച്ചിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടുത്തെ ഗോഡ്സ് ആടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ആ ആടുകളുടെ രോമം വെച്ചിട്ട് പാഷ്മിന കമ്പിളി ഉണ്ടാക്കാൻ പറ്റും. ആ കമ്പിളിക്ക് വളരെയധികം പണച്ചെലവുള്ളൊരു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കമ്പിളിയാണ്. ഇതിൽ നിന്നുമാണ് ഇങ്ങനെ ഉണ്ടാവുന്ന രോമം, ആടുകളിൽ നിന്ന് കിട്ടുന്ന രോമം വെച്ചിട്ടാണ് അവർ ഈ ഒരു കമ്പിളി ഉണ്ടാക്കി അതിൽ നിന്നുമാണ് അവർക്ക് വരുമാനം ഉണ്ടാവുന്നത്. ഓക്കെ. ഇനി അവിടുത്തെ ജനങ്ങളിൽ ഏറ്റവും കൂടുതലും ഉണ്ടാവുന്ന ഈ ഗോഡ്സും അവിടുത്തെ ജനങ്ങൾ അവരുടെ കച്ചവടം നടത്തുന്നത് ഈ കിട്ടുന്ന കമ്പിളി എടുത്ത് വെച്ച് അവിടെയുള്ള ട്രേഡേഴ്സിന്, അതായത് കച്ചവടക്കാർക്ക്, വ്യാപാരികൾക്ക് ഈ രോമം വിറ്റ് അത് വെച്ചിട്ടായിരിക്കും മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ജീവിച്ചു പോകുന്നത്. ഇനി ഏറ്റവും കൂടുതലും കാശ്മീരിൽ തന്നെയാണ് ഈ പാഷ്മിന കമ്പിളി ഷോൾസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്, തുന്നി ചേർക്കുന്നത്. അവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതലും കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് മീറ്റ്, മിൽക്ക്, മാംസവും പാലും എല്ലാമാണ്. പിന്നെ ചീസ്, ബട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല എല്ലാ ഫാമിലിയിലും ആട്, പിന്നെ യാക്കുണ്ടാവും. നല്ല രോമമൊക്കെ ഉള്ള പോത്തിനെ പോലെ ഇരിക്കും, കുറച്ചും കൂടെ നല്ല ശരീരമൊക്കെ ഉള്ള ഒരു യാക്ക്. അതൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവരുടെ ഉപജീവന മാർഗ്ഗമാണ് അതെല്ലാം. ഇതൊക്കെ വെച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന രോമവും എല്ലാം വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ലഡാക്ക്. അത് മാത്രമല്ല ട്രേഡ് റൂട്ടിന് വേണ്ടിയിട്ടും ആ ഒരു ലഡാക്ക് പ്ലേസ് ഉപയോഗിക്കുന്നുണ്ട്. വളരെയധികം ട്രേഡ് റൂട്ടിന് വേണ്ടിയിട്ട് ടിബറ്റിൽ പോകാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ലഡാക്ക് വഴി ടിബറ്റിലോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ട്രേഡേഴ്സ് എല്ലാം അത് തന്നെയാണ് യൂസ് ചെയ്യുന്നതും. അത് മാത്രമല്ല ഏറ്റവും കൂടുതലും ഈ കാരവാൻസ് ഉപയോഗിച്ച് ടിബറ്റിലോട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ലഡാക്ക് വഴിയാണ്. ഈ കൊണ്ടുപോകുന്നത് ടെക്സ്റ്റൈൽസ്, സ്പൈസസ്, റോ സിൽക്സ്, കാർപ്പറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലഡാക്ക് വഴിയാണ് ടിബറ്റിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ലഡാക്ക് വഴി നമുക്ക് ടിബറ്റിലോട്ട് പോകാനായിട്ടൊക്കെ ഉള്ള ട്രേഡ് റൂട്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ആണ്, അതായത് ടിബറ്റിൽ നിന്നും നമുക്ക് ലഡാക്കിൽ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ആണ് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളതെന്നാൽ ബുദ്ധിസം ടിബറ്റിൽ നിന്നാണ് ലഡാക്കിലേക്ക് എത്തിയത്. ബുദ്ധിസം ലഡാക്കിൽ വന്നത് ടിബറ്റ് വഴിയാണ്. അതുകൊണ്ട് ലഡാക്കിനെ ലിറ്റിൽ ടിബറ്റ് എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല 400 വർഷങ്ങൾക്ക് മുന്നേ ഇസ്ലാം മതവും അവിടെ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. ഇനി ലഡാക്കിൽ ഏറ്റവും കൂടുതലും മുസ്ലിം പോപ്പുലേഷനാണ് ഉള്ളത്. ലഡാക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഓറൽ ട്രഡീഷനായിട്ട്, അതായത് ഇപ്പം നല്ല നല്ല കവിതകളെല്ലാം ലഡാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. കുറേ വേർഷൻസ് ഉണ്ട്. ഓക്കെ. ഇനി ടിബറ്റിയൻ നാഷണൽ എപ്പിക്കായിട്ടുള്ള കേസർ സാഗ എന്ന് പറയുന്ന പെർഫോമൻസ്, ഓക്കെ, അതവിടെ ലോക്കൽ ടിബറ്റിയൻസിന് ഉള്ളൊരു നാഷണൽ എപ്പിക്കാണ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. ആ പെർഫോം ചെയ്യുന്നത് മുസ്ലിംസും ബുദ്ധിസ്റ്റും കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ. അപ്പം ലഡാക്കിനെ കുറിച്ചുള്ള കുറേ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് കേരളത്തെക്കുറിച്ചിട്ടാണ്. കേരളം സദേൺ വെസ്റ്റ് കോർണർ, ഇന്ത്യയുടെ സദേൺ വെസ്റ്റ് കോർണറിൽ കാണപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ഈ കേരളം ചുറ്റപ്പെട്ടിരിക്കുന്നത് ഒരു കടലുണ്ട്, പിന്നെ കുറച്ച് ഹില്ലി ഏരിയാസും കൂടെ ഉണ്ട്, രണ്ടും കൂടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ അവിടെ കാണപ്പെടുന്ന സ്പൈസസ് എന്ന് പറയുന്നത് കുരുമുളക്, ഗ്രാമ്പു, പിന്നെ ഏലക്ക അങ്ങനെയുള്ള സ്പൈസസ് ആണ് ഏറ്റവും കൂടുതൽ അവിടെ വളർത്തുന്നത്. ഏറ്റവും കൂടുതലും കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ സ്പൈസസ് ആണ്. ഓക്കെ. ഇങ്ങനെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ഉള്ളത് കൊണ്ട് ഒരുപാട് ട്രേഡേഴ്സിനെ കേരളത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ജൂതന്മാരും അറബ്
ട്രേഡേഴ്സുമാണ് ആദ്യമായിട്ട് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്ത് വന്നത്. പിന്നെ നമ്മുടെ സെയിൻറ്റ് തോമസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റി പരത്താനായിട്ട് ക്രിസ്ത്യാനിറ്റി ആ ഒരു കേരളത്തിലേക്ക് കൊണ്ടുവന്നത് സെയിൻറ്റ് തോമസ് ആണ്. അത് 2000 വർഷങ്ങൾക്ക് മുന്നെയാണ് സെയിൻറ്റ് തോമസ് ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും അതുവഴി കേരളത്തിലേക്കും വന്നത്. ഇനി പലതരത്തിലുള്ള അറബ് ട്രേഡേഴ്സ് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നാണ്. അതിൽ മെയിനായിട്ടുള്ള ആൾ ഇബൻ ബത്തൂത്തയാണ്. ഇബൻ ബത്തൂത്ത കുറച്ചൊക്കെ ട്രാവൽ ചെയ്തു, കുറഞ്ഞതൊരു 700 വർഷങ്ങൾക്ക് മുന്നേ ഇബൻ ബത്തൂത്ത ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കേരളത്തിൽ മുസ്ലിംസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ബുക്സിൽ, അദ്ദേഹത്തിൻ്റെ ട്രാവലോഗിൽ, യാത്രാ വിവരണത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേരളത്തിലെ മുസ്ലിംസിനെ കുറിച്ച്. അത് മാത്രമല്ല അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ മുസ്ലിംസിന് വളരെയധികം റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നത് കടൽ മാർഗ്ഗമാണ്. അതേപോലെ തന്നെയാണ് യൂറോപ്യൻസും വന്നത്. ഇതിൽ പ്രധാനമായ ഒരാളെ നമുക്കറിയാം, വാസ്കോ ഡ ഗാമ. അദ്ദേഹം കോഴിക്കോടാണ് വന്നത്. ഇനി ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ജൂതിസം കേരളത്തിൽ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ഇപ്പോഴും കൾച്ചറലായിട്ടുള്ള ഒരു മാറ്റം കേരളത്തിൽ ജൂതന്മാരുടേത് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഇസ്ലാമുണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ട്, ഹിന്ദുസം ഉണ്ട്, ബുദ്ധിസം, ഇതെല്ലാം പലതരത്തിലുമുള്ള റിലീജിയസ് ആയിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് ആചരിച്ച് വരുന്നുണ്ട്. ഓക്കെ. ഇനി ഏറ്റവും കൂടുതൽ ഇവിടെ കടലിനെ ആശ്രയിച്ചാണ് കുറേ ആൾക്കാർ ജീവിക്കുന്നത്. അതിൽ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നെങ്കിൽ കടൽ വല, മീൻ വല എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം അതിന് ചീനവല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചീനവല എന്ന് പറയുന്നത് ചൈനക്കാരുടെ ഫിഷിംഗ് നെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അന്ന് ഉണ്ടായ ആ ഒരു വാക്കാണ് ചീനവല എന്നുള്ള വാക്ക്. അതിനുശേഷം പലതരത്തിലുമുള്ള വാക്കുകൾ, പുറത്തുനിന്നുള്ള വാക്കുകളെല്ലാം നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുത് ചീനിച്ചട്ടി. അത് ചീനക്കാരിൽ നിന്ന് വന്ന ഒരു ചീന എന്ന് പറയുന്നത്, ചൈനക്കാരെ ചീന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചീനിച്ചട്ടി എന്ന് നമ്മൾ അത് പുതിയ ഒരു വേർഡ് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പലതരത്തിലുള്ള വേർഡ്സ്, പുറത്തു നിന്നുള്ള പലതരത്തിലുള്ള വേർഡ്സ് നമ്മൾ നമ്മുടെ ലാംഗ്വേജിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിറ്റിക്ക് എക്സാമ്പിളാണ്. ഓക്കെ. നെൽകൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതലും കഴിക്കുന്നത് അരി ആഹാരമാണ്. അതുമാത്രമല്ല കടലടുത്തുള്ളതുകൊണ്ട് മീൻ ഭക്ഷിക്കും. പിന്നെ പച്ചക്കറികളും എല്ലാം ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിക്കും. അവരുടെ നിത്യജീവിതത്തിൽ ഉള്ളൊരു പ്രധാനമായ ആഹാരമാണ്. ഇനി അടുത്ത പേജിൽ കേരളവും ലഡാക്കും തമ്മിലുള്ള ജോഗ്രഫിക്കൽ ഡിഫറൻസും അല്ലാതെ കുറച്ച് മേജറായിട്ടുള്ള ഡിഫറൻസുമാണ് നമ്മളിവിടെ പറഞ്ഞത്. പക്ഷേ ഇവർ തമ്മിൽ പല സിമിലാരിറ്റീസും ഉണ്ട്. അതിൽ ഏറ്റവും വലുത് അവരുടെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് തന്നെയാണല്ലേ. അവരുടെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് രണ്ട് സംസ്ഥാനവും ചൈനീസ് ആൻഡ് അറബ് ട്രേഡേഴ്സ് തമ്മിലുള്ള ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ രണ്ട് ട്രേഡും നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ലഡാക്കിൽ ടിബറ്റ് വഴി ലഡാക്കിൽ ട്രേഡേഴ്സ് ട്രേഡ് നടത്തുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല കേരളത്തിലും ആദ്യകാലത്തൊക്കെ ട്രേഡ് അറബ് രാജ്യത്തിലും യൂറോപ്പ് പോർച്ചുഗീസുകാരൊക്കെ ട്രേഡ് നടത്തിയിരുന്നതും കേരളം വഴിയാണ് അവർ വാസ്കോ ഡ ഗാമയൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ അത് പറഞ്ഞായിരുന്നു. ഓക്കെ. അങ്ങനെ സിമിലർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ റീജിയൻസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഈ കേരളവും ലഡാക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല രണ്ട് ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ചൈനീസും ഒന്ന് അറബ്സും ആണ്. ഓക്കെ. ഇനി ഇവിടുത്തെ ജിയോഗ്രഫിക്കൽ ഡിഫറൻസിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പൈസസ് ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷേ ലഡാക്കിൽ കമ്പിളി ഊൾ ഉണ്ടാക്കുന്ന ഒരു കച്ചവടമാണ്. അതായത് അവർ കമ്പിളി ഉണ്ടാക്കുന്നതാണ് അവർക്ക് മെയിനായിട്ടുള്ളൊരു കച്ചവടം. അതാണ് അവരുടെ ഉപജീവന മാർഗ്ഗമായിട്ടും അവർ നടത്തിയിട്ടുള്ളത് അല്ലേ. എന്നിട്ടും ഇവർ തമ്മിൽ, അതായത് കേരളവും ലഡാക്കും തമ്മിൽ, ഈ രണ്ട് സംസ്ഥാനങ്ങളും ചരിത്രപരമായിട്ടും ജോഗ്രഫിക്കലായിട്ടും അവർ തമ്മിലൊരു കൾച്ചറൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഈ കൾച്ചറലായിട്ടുള്ള മാറ്റങ്ങൾ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനുണ്ടായ മാറ്റങ്ങൾ മുന്നേ ഉണ്ടായ കാര്യങ്ങൾ മാത്രമല്ല, അത് ഇപ്പോഴും പ്രസൻറ്റിലും നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, ഇപ്പം നമ്മൾ ജോലിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കൾച്ചറും നമ്മുടെ കൾച്ചറുമായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. അത് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടും, ഇപ്പം നമ്മൾ വേറൊരു കമ്മ്യൂണിറ്റി ജീവിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നതെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ജീവിത രീതികൾ മാറ്റിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം അടുത്ത ടോപ്പിക്ക് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി.
ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി തന്നെയാണ് ഇന്ത്യയുടെ സ്ട്രെങ്തും. ബ്രിട്ടീഷ് ഇന്ത്യയെ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും, അത് റീജിയണൽ ആവട്ടെ, റിലീജിയസ് ആവട്ടെ, കൾച്ചറൽ ആവട്ടെ, ഒരു വ്യത്യാസവുമില്ലാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ഒപ്പോസ് ചെയ്തിരുന്നു. അവർ ആ ഒരു ഫ്രീഡം മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് പല വെറൈറ്റി കാറ്റഗറിയിൽ നിന്നും, അതിൽ ഒരു മതപരമായിട്ടോ ഒന്നും ഒരു തരത്തിലും വ്യത്യാസമില്ലാതെ, സതേൺ എന്നോ നോർത്തേൺ എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുന്ന് പോരാടി. അവരൊരുമിച്ച് ജയിലിൽ പോകാൻ തയ്യാറായിരുന്നു. അവരൊരുമിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ പൊരുതാനും തയ്യാറായിരുന്നു. ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയെ വിഭജിച്ച് ഭരിക്കുക എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരികയും അത് ഏകദേശം വിജയകരമായെങ്കിലും ഇന്ത്യയുടെ യൂണിറ്റി ഒരിക്കലും ഇങ്ങനെ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി. ഒരു പരിധിവരെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് ഈ ഒരു യൂണിറ്റി കാരണമായിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു സോങ്ങാണ്. ഇത് ജാലിയൻ വാല ബാഗിന് ശേഷം കമ്പോസ് ചെയ്തൊരു സോങ്ങാണ്. ഈ ജാലിയൻ വാല ബാഗ് നടക്കുന്നത് അമൃത്സറിൽ വെച്ചിട്ടായിരുന്നു. ഒരു ബ്രിട്ടീഷ് ജനറൽ വളരെയധികം പൈശാചികമായിട്ട് ഒരുപാട് നിരപരാധികളെ കൊന്നൊടുക്കി. ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തിയവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സോങ്. പ്രൊട്ടസ്റ്റിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നും ഇല്ലായിരുന്നു. ഏറ്റവും കൂടുതലും കൊല്ലപ്പെട്ടത് സിഖുകാരാണ്. പക്ഷേ ഒരു മതമോ ഒരു ജാതിയോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെയാണ് ഈ ഒരു അനീതിക്കെതിരെ പോരാടിയത്. ആ ഒരു ധീരതയ്ക്ക് മെമ്മറി ആയിട്ട് തന്നെയാണ് ഈ ഒരു സോങ് കമ്പോസ് ചെയ്തത്. ഓക്കെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് യാതനകളും വേദനകളും സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇവരുടെ മനസ്സിലെ ഈ ഒരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന കൺസെപ്റ്റ് അത് എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം വലുതാക്കാനായിട്ട് ഒരുപാട് സോങ്സ് ആ സമയത്ത്, സോങ്സ് മാത്രമല്ല ഒരുപാട് സിംബൽസും ആ സമയത്ത് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോഴും നമ്മൾ ഓരോരുത്തർക്കും ഇപ്പോഴും പല സോങ്സും പല സിംബൽസും ഇപ്പോഴും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം തന്നെയാണ്. ഇനി ഇന്ത്യയുടെ ഫ്ലാഗിന് ഒരു സ്റ്റോറി ഉണ്ട്. അത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സിംബലായിരുന്നു ഇന്ത്യൻ ഫ്ലാഗ് ആദ്യം. പക്ഷേ അതിൽ ചക്രയായിരുന്നു, വീലിന് പകരം ചക്രയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇനി ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് നെഹ്റുവിൻ്റെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ, അതായത് നെഹ്റു നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള യൂണിറ്റിയെക്കുറിച്ചൊരു ഒരു സ്പീച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സെൻറ്റൻസാണ് ഇവിടെ പറയുന്നത്. അതായത് ഇന്ത്യൻ യൂണിറ്റി എന്ന് പറയുന്നത് ആരും നമുക്ക് ഇമ്പോസ് ചെയ്ത് അത് ഇങ്ങനെ ചെയ്യണമെന്ന് പുറത്തുനിന്ന് ആരും പറഞ്ഞതോ അല്ലെങ്കിൽ ആരും നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതോ അല്ല. മറിച്ച് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ അതിനെ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു സെൻറ്റൻസാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫ്രേസായിരുന്നു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അദ്ദേഹം നമ്മുടെ രാജ്യത്തിനെ, നെഹ്റു ആണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള ആ ഒരു ഫ്രേസ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഓക്കെ. ഇനി ഇവിടെ ബോക്സിൽ പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ ആന്തം കമ്പോസ് ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അതും ഇന്ത്യയുടെ യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത് അദ്ദേഹം എഴുതിയ ഒരു ഒരു സോങ്ങാണ്. ഓക്കെ. ഇതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു.